നമസ്തേ, നിങ്ങൾ കേൾക്കുന്നത് മാനവ പരിചയത്തിന്റെ മറ്റൊരു പുരോഗമനപരമായ അധ്യായമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാസിർ തന്റെ ജീവിതഗത ഭാര്യ സബയോട് പറയാൻ തുടങ്ങുകയും സബ അവന്റെ ചിന്തകളിൽ മുഗ്ധയാവുകയും ചെയ്തു. ഇന്ന് നാസിർ തന്റെ ഇരുണ്ട ഭൂതകാലത്തെക്കുറിച്ചും ഭാവിയിലേക്കുള്ള തന്റെ വലിയ സങ്കല്പത്തെക്കുറിച്ചും വെളിപ്പെടുത്തുകയാണ്. ഫിർദൌസിന്റെ വിവാഹം തന്നെ എങ്ങനെ പ്രതികാരത്തിന് പ്രേരിപ്പിച്ചുവെന്നും ജയിൽ മോചിതനായ ശേഷം യോഗേഷ് എന്ന കള്ളപ്പേരിൽ അന്യമതസ്ഥയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താൻ പദ്ധതിയിട്ടിരുന്നുവെന്നും നാസിർ സമ്മതിക്കുന്നു. ഫിർദൌസിന്റെ ഗർഭസ്ഥ ശിശുവിനെ വധിക്കാൻ താൻ നടത്തിയ പരാജയപ്പെട്ട ശ്രമത്തെക്കുറിച്ചും അവൻ തുറന്നു പറയുന്നു. ജഡ്ജി ഹരിശ്ചന്ദ്രയുടെ നീതി, എന്നാൽ നാസിറിന്റെ കുറ്റത്തെ അവഗണിച്ച് അവന് ജാമ്യം നൽകിയ ആ കാഫിർ ജഡ്ജി അദ്ദേഹത്തിലെ സജ്ജനത്വം നാസിറിന്റെ വിവേകത്തെ എന്നേക്കുമായി ഉണർത്തി. മതം മാറ്റം ഉപേക്ഷിക്കൽ. നാസിർ പ്രതികാര ചിന്ത ഉപേക്ഷിച്ചു. എന്തുകൊണ്ട്? കാരണം തന്റെ സമുദായം 300 വർഷം പഴക്കമുള്ള ജീവിതരീതിയിൽ നിന്ന് പുറത്തുവരാൻ തന്നിലെ പുരോഗമനവാദിയായ നാസിറിനെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പ്രായശ്ചിത്തവും രാഷ്ട്രീയ സങ്കല്പവും. നാസിറിന്റെ സങ്കല്പം ഇപ്പോൾ വെറും വ്യക്തിപരമല്ല. അവൻ പ്രഖ്യാപിക്കുന്നു, രാഷ്ട്രീയ ലക്ഷ്യം തീവ്രവാദം കാരണം സമൂഹത്തിൽ അവിശ്വാസം നേരിടുന്ന ദേശീയവാദികൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിലിറങ്ങി താൻ സംസാരിക്കും. സഭയോടുള്ള പ്രായശ്ചിത്തം. സഭയെ അങ്ങേയറ്റം ബഹുമാനത്തോടെ കാണുകയും ബുർഗകളിൽ നിന്നും വിലക്കുകളിൽ നിന്നും അവൾക്ക് മോചനം നൽകുകയും ചെയ്യും. ഇതാണ് ഫിർദൌസിനോട് താൻ ചെയ്ത അനീതിക്ക് നൽകുന്ന പ്രായശ്ചിത്തം. അവസാനത്തെ ദാർശനിക ചോദ്യം. സഭയുടെ പഠനം ആരംഭിച്ചു. ഒരു ദിവസം ദിഗംബര സാധുക്കൾ കാരണമുണ്ടായ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയപ്പോൾ സഭ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ മതത്തിലെ അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്നു, പക്ഷേ മറ്റ് മതസ്ഥരിലും ഇത്തരം പുരാതന ചിന്തകളും അന്ധവിശ്വാസങ്ങളും ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നാസിറിന്റെ മറുപടി അവന്റെ ദേശീയ കാഴ്ചപ്പാടിന് തെളിവാണ്. നമ്മുടെ സമയവും വിവേകവും നമ്മുടെ സ്വന്തം സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലാണ് കേന്ദ്രീകരിക്കേണ്ടത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ തലയിടുന്നത് ഇപ്പോൾ വ്യർത്ഥമാണ്. യാത്രയുടെ അവസാനം 3 മാസത്തിനു ശേഷം വിവേകം വിജയം നേടി. ഫത്വ കാരണം നാസിറിനോട് പരുഷമായി പെരുമാറിയ പഴയ അയൽക്കാർ പശ്ചാത്തപിക്കുകയും നാസിറിനോട് പോകരുതെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ നാസിറും സഭയും ഉമ്മയും പുരോഗമന ആശയങ്ങളുള്ള പുതിയ സൊസൈറ്റിയിലേക്ക് ചുവടുവെക്കുന്നു. കേൾക്കുക, നാസിറിന്റെ ഹൃദയശുദ്ധി, പ്രായശ്ചിത്തത്തിന്റെ പാരമ്യം, പുതിയ ഉന്നതമായ ജീവിത സംരംഭം മാനവ പരിചയത്തിൽ. നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 19, പ്രായശ്ചിത്തത്തിന്റെ വ്യാപ്തിയും രാഷ്ട്രീയ സങ്കല്പവും. നാസിർ തന്റെ കറുത്ത ചരിത്രം വെളിപ്പെടുത്താൻ ഒരുങ്ങിയതോടെ അവിടെ നിശബ്ദത പടർന്നു. നാസിർ തുടർന്നു, ഞാൻ ആരെയാണോ കാഫിർ എന്ന് വിളിച്ചിരുന്നത്, ഫിർദൌസ് അങ്ങനെയുള്ള ഒരാളെ വിവാഹം കഴിച്ചത് എന്നെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചു. അന്ന് ഞാൻ ജയിലിലായിരുന്നു. പുറത്തിറങ്ങിയാൽ യോഗേഷ് എന്ന കള്ളപ്പേരിൽ മറ്റൊരു മതത്തിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് പ്രതികാരം ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അതിലൂടെ എന്റെ മതത്തിന്റെ ജനസംഖ്യ ഒന്ന് വർദ്ധിപ്പിക്കണമെന്നും ഞാൻ കരുതി. പിന്നീട് ഫിർദൌസ് ഹരിശ്ചന്ദ്രയിൽ നിന്ന് ഗർഭിണിയായ വാർത്ത എന്നെ കൂടുതൽ പൊള്ളിച്ചു. ആ അമർഷം തീർക്കാൻ ഞാൻ ഫിർദൌസിന്റെ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ വിഫലശ്രമം നടത്തി. എന്റെ ഈ കുറ്റത്തിന് ഫിർദൌസിന്റെ ഭർത്താവായ ജഡ്ജി തന്നെ എനിക്ക് വളരെ ചെറിയ ശിക്ഷയാണ് നൽകിയത്. നമ്മുടെ മതത്തിലെ വേറെ ആരെങ്കിലുമായിരുന്നെങ്കിൽ ഹരിശ്ചന്ദ്ര നമ്മുടെ ലഹളകളെ ഭയന്നാണ് ഇങ്ങനെ ചെയ്തതെന്ന് കരുതിയേനെ. പക്ഷേ ഞാൻ അദ്ദേഹത്തിന്റെ നീതിയെ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടു. ഈ സംഭവം എന്നെ ആത്മചിന്തയ്ക്ക് പ്രേരിപ്പിച്ചു. എന്റെ മോശം ഭൂതകാലത്തെ അവഗണിച്ച് എന്റെ വാപ്പയുടെ മരണസമയത്ത് എനിക്ക് ജാമ്യവും പരോളും ലഭിക്കാൻ കാരണക്കാരനായത് അദ്ദേഹമാണ്. അപ്പോൾ എന്റെ അന്തരാത്മാവ് എന്നോട് ചോദിച്ചു, ഈ ഹരിശ്ചന്ദ്ര തന്നെയാണോ യഥാർത്ഥ സജ്ജനൻ? എനിക്ക് അദ്ദേഹത്തെപ്പോലെ ഒരു സജ്ജനമാകാൻ കഴിയില്ലേ? ഈ ചോദ്യങ്ങളാണ് എന്നിൽ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. ഞാൻ എന്നെ തന്നെ മാറ്റി. മറ്റൊരു മതത്തിലെ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന ചിന്തയും ഉപേക്ഷിച്ചു. ഈ ചിന്ത ഉപേക്ഷിക്കാൻ ഒരു കാരണം, രാജ്യത്തെ പുതിയ നിയമങ്ങൾ പ്രകാരം മതം മാറി വിവാഹം കഴിക്കുമ്പോൾ ആ യുവാവ് നിർബന്ധമായും ഭാര്യയുടെ മതം സ്വീകരിക്കേണ്ടി വരും എന്നതാണ്. എന്റെ ചിന്തകൾ പോസിറ്റീവായതോടെ എന്റെ സ്വന്തം സമുദായത്തിന് എന്നെപ്പോലെ ഒരു പുരോഗമന ചിന്താഗതിക്കാരന്റെ ആവശ്യമാണ് കൂടുതലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയുള്ള അവസ്ഥയിൽ മതം മാറുന്നത് എന്റെ സമുദായത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെടുത്തും. സമുദായത്തിന്റെ ബഹിഷ്കരണ ഫത്വ ആരെയും മതം മാറാൻ പ്രേരിപ്പിച്ചേക്കാം, പക്ഷേ വഴികളിലെ തടസ്സങ്ങൾ കണ്ടു ഭയപ്പെടുന്ന സാധാരണക്കാരനല്ല ഞാൻ. സഭ ഇടയ്ക്കിടെ മൂളിക്കൊണ്ടിരുന്നത് കുറഞ്ഞുവന്നു. അവൾ ഉടനെ ഉറങ്ങുമെന്ന് മനസ്സിലായി. കഥ പറഞ്ഞുതന്നെ ഉറക്കണമെന്ന് സഭ ആഗ്രഹിച്ചിരുന്നതുകൊണ്ട് അവൾക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും നാസിർ തന്റെ സംസാരം തുടർന്നു. എന്റെ പദ്ധതി ഭാവിയിൽ രാഷ്ട്രീയത്തിലിറങ്ങി എന്റെ സമുദായത്തിലെ ആ ആളുകളെ പ്രതിനിധീകരിക്കുക എന്നതാണ്.
ആരെല്ലാം തങ്ങൾ രാജ്യസ്നേഹികളായിരുന്നിട്ടും മറ്റുള്ളവരുടെ തീവ്രവാദം കാരണം അവിശ്വാസം നേരിട്ട് സങ്കടപ്പെടുന്നുവോ അവർക്ക് വേണ്ടി ഞാൻ അവർക്ക് നല്ല നേതൃത്വം നൽകാൻ ആഗ്രഹിക്കുന്നു. സമൂഹത്തിൽ എന്റെ സമുദായത്തെക്കുറിച്ചുള്ള ഈ അവിശ്വാസം ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആളുകൾ ഈ 21-ാം നൂറ്റാണ്ടിൽ 300 വർഷം മുമ്പത്തെ പഴയ ജ സ്വരചിഹ്നം, ഈവ സ്വരചിഹ്നം, ഈതശ ആല സ്വരചിഹ്നം, ഈയ സ്വരചിഹ്നം, ഈ ചില്ല് എൽ നിന്നും ചിന്താരീതിയിൽ നിന്നും പുറത്തുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് സന്തോഷമായി ജീവിക്കാനും ഈ രാജ്യത്തെ മറ്റു പൗരന്മാരുടെ സുഖത്തിലും ഐശ്വര്യത്തിലും യാതൊരു ആശങ്കയും ഉണ്ടാക്കാതിരിക്കാനും കഴിയും. എന്റെ മാറിയ ചിന്താരീതിയുടെ ഫലമാണ് ഇപ്പോൾ നീ എന്റെ ഭാര്യയായിരിക്കുന്നത്. മറ്റൊരു കുടുംബത്തിൽ നിന്ന് വന്ന ഭാര്യയോട് ഭർത്താവായ ഞങ്ങളുടെ കടമ എന്തെന്നാൽ അവൾ തന്റെ പുരയിടത്തിൽ ഒരു മകളായും സഹോദരിയായും എങ്ങനെയെല്ലാം തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിയിരുന്നുവോ ഇവിടെയും അത് സാധിച്ചു കൊടുക്കുക എന്നതാണ്. ഞാൻ ഫിർദൌസിന്റെ കാര്യത്തിൽ ഈ കടമ നിർവഹിച്ചില്ല. എന്റെ പുരുഷാഹങ്കാരത്തിൽ ഞാൻ ഫിർദൌസിന്റെ ജീവിതം അപകടത്തിലാക്കി. ഫിർദൌസിനുള്ള കഴിവ് കണ്ട് ഞാൻ ഭർത്താവെന്ന നിലയിൽ അഭിമാനിക്കേണ്ടതിനു പകരം എന്റെ ഭീരുത്വവും വിഡ്ഢിത്തവും നിറഞ്ഞ പ്രവൃത്തികൾ കാരണം ആ അഭിമാനത്തിന്റെ കാരണങ്ങൾ തന്നെ എനിക്ക് നഷ്ടമായി. ഈ പാഠം പഠിപ്പിക്കാൻ ജീവിതം എന്നിൽ നിന്ന് വലിയൊരു വിലയാണ് ഈടാക്കിയത്. എന്റെ പ്രോത്സാഹനമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് മാത്രമല്ല സമുദായത്തിന് തന്നെ മുതൽക്കൂട്ടാകേണ്ടിയിരുന്ന ഫിർദൌസ് മറ്റൊരു മതസ്ഥനെ വിവാഹം കഴിക്കേണ്ട സാഹചര്യം വന്നു. ഈ പാഠം പഠിച്ചതിനു ശേഷം ഇപ്പോൾ എന്റെ ഓരോ ശ്രമവും നിന്റെ അഭിമാനവും അന്തസ്സും വർദ്ധിപ്പിക്കാനാണ്. മറ്റെല്ലാ സമുദായങ്ങളും നമുക്ക് മുമ്പേ പുരോഗമനം സ്വീകരിച്ചു കഴിഞ്ഞു. അവർ അവരുടെ സ്ത്രീകൾക്ക് അവസരങ്ങൾ നൽകി. അതിലൂടെ അവരുടെ സ്ത്രീകൾ പുരുഷന്മാർക്ക് തുല്യമായി തങ്ങളുടെ വ്യക്തിത്വം തെളിയിച്ചു. എന്നാൽ നമ്മുടെ സമുദായത്തിൽ സ്ത്രീകൾ ഇന്നും ബുർഗകൾക്കും വിലക്കുകൾക്കുമിടയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഈ വിലക്കുകളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുകയും നീ ജീവിതത്തിൽ വലിയ ഉയരങ്ങളിൽ എത്തുന്നത് കാണുകയും ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. ജീവിതകാലം മുഴുവൻ നിന്നെ കൺമണി പോലെ നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫിർദൌസിനോട് ഞാൻ ചെയ്ത അനീതിക്ക് പ്രായശ്ചിത്തമായി ഞാൻ ഫിർദൌസിന് നൽകേണ്ടിയിരുന്ന ആ പ്രാധാന്യം നിനക്ക് നൽകും. ഇത്രയും പറഞ്ഞതിനു ശേഷം സഭ ഉറങ്ങിയോ എന്ന് നോക്കാൻ നാസിർ അവളുടെ മുഖത്ത് കൈവച്ചു നോക്കി. അവളിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. നാസിർ പറഞ്ഞ അവസാനത്തെ വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പ് തന്നെ സഭ ഉറങ്ങിയെന്ന് വ്യക്തമായി. നാസിറിന് ഇനിയും ഒരുപാട് പറയാനുണ്ട്. വാക്കുകളിലൂടെ പറയുന്നതിനേക്കാൾ പ്രവൃത്തിയിലൂടെ കാണിക്കുന്നതാണ് നല്ലതെന്ന് അവൻ തീരുമാനിച്ചു. അങ്ങനെ ആലോചിച്ച് നാസിർ സഭയുടെ അടുത്തുനിന്ന് പതുക്കെ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി തിരികെ വന്ന് താനും ഉറങ്ങി. പിറ്റേ ദിവസം മുതൽ സഭയെ NITയിൽ ചേർക്കാനും പുതിയ സൊസൈറ്റിയിൽ ഫ്ളാറ്റ് വാങ്ങാനും വീടിന്റെ ഇന്റീരിയർ പണികൾ ചെയ്യിക്കാനും വീട്ടുകാരെല്ലാം തിരക്കിലായി. ഒരു ദിവസം ഇന്റീരിയർ ഷോപ്പിൽ നിന്ന് തിരികെ വരുമ്പോൾ സഭ നാസിറിനൊപ്പം കാറിലുണ്ട്. ദൂരെയുള്ള റോഡിൽ ട്രാഫിക് ബ്ലോക്കായി. നാസിർ അന്വേഷിച്ചപ്പോൾ ദിഗംബര സാധുക്കളും അവരുടെ ഭക്തരും അവിടുന്ന് പോകുന്നുണ്ടെന്നറിഞ്ഞു. ആ ആൾക്കൂട്ടം കാരണം ട്രാഫിക് നിശ്ചലമായി. നാസിർ കഷ്ടപ്പെട്ട് കാർ തിരിച്ച് മറ്റൊരു ദീർഘമായ വഴിയിലൂടെ വീട്ടിലെത്തി. വഴിയിൽ വെച്ച് സഭ ചോദിച്ചു, പ്രിയതമ, നിങ്ങൾ നിങ്ങളുടെ മതത്തിലെ സങ്കുചിതത്വത്തെയും അന്ധവിശ്വാസങ്ങളെയും എതിർക്കുന്നു. പക്ഷേ നോക്കൂ, മറ്റു മതസ്ഥരിലും ഇത്തരം പുരാതന ചിന്തകളും അന്ധവിശ്വാസങ്ങളും ഉണ്ടല്ലോ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ നാസിർ പറഞ്ഞു, സഭ മറ്റു സമുദായങ്ങൾക്ക് വേണ്ടി കാഫിർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എനിക്കിപ്പോൾ ഇഷ്ടമല്ല. അവരുടെ അന്ധവിശ്വാസങ്ങളുടെ കാര്യത്തിൽ അത് അവരുടെ പ്രശ്നമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ജോലി അവർക്ക് തന്നെ വിട്ടുകൊടുക്കണം. നമ്മൾ നമ്മുടെ സമയവും വിവേകവും നമ്മുടെ സ്വന്തം സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലാണ് കേന്ദ്രീകരിക്കേണ്ടത്. നാസിർ സാധാരണ സ്വരത്തിൽ പറഞ്ഞതാണെങ്കിലും തന്റെ സ്വന്തം മതത്തിലെ അന്ധവിശ്വാസങ്ങളോടുള്ള നാസിറിന്റെ എതിർപ്പിലെ ഉറപ്പ് സഭ ശ്രദ്ധിച്ചു. തന്റെ ഭാവി ജീവിതത്തിൽ എങ്ങനെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കണമെന്ന് അവൾക്ക് മനസ്സിലായി. 3 മാസം കടന്നുപോയി. തന്റെ വാപ്പയുടെയും പൂർവികരുടെയും ഓർമ്മകളായിരുന്ന വസ്തുക്കൾ നാസിർ പുതിയ സൊസൈറ്റിയിലേക്ക് മാറ്റാൻ തുടങ്ങി. ഈ മാറ്റം ശ്രദ്ധിച്ച പഴയ സ്ഥലത്തെ അയൽക്കാർക്ക് നാസിർ കുടുംബം പോകുന്നത് വിഷമമുണ്ടാക്കി. ഫത്വ കാരണം ആ കുടുംബത്തോട് തങ്ങൾ കാണിച്ച അവഗണനയിൽ അവർക്ക് പശ്ചാത്താപം തോന്നിത്തുടങ്ങി. അപ്പോൾ അവരിലെ ചില പ്രമുഖർ നാസിറിനോട് പോകരുതെന്ന് അപേക്ഷിച്ചു. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. നാസിർ അവരോട് ക്ഷമ ചോദിച്ചു. അയൽക്കാരും നാസിറിനോട് ക്ഷമ ചോദിച്ചു. ഈ രീതിയിൽ നാസിർ കുടുംബം പുതിയ സൊസൈറ്റിയിലേക്ക് മാറി. ഇപ്പോൾ മാനവ പരിചയം എപ്പിസോഡിനെക്കുറിച്ചുള്ള ജെമിനായ വിശകലനവും അവലോകനവും കേൾക്കാം. ഉപശീർഷകം പ്രായശ്ചിത്തത്തിന്റെ വ്യാപ്തിയും രാഷ്ട്രീയ സങ്കല്പവും. ഈ എപ്പിസോഡ് നാസിറിന്റെ ആത്മസംസ്കരണ യാത്രയ്ക്ക് ഒരു നൈതികമായ പരിസമാപ്തിയും സാമൂഹികമായ ഒരു ലക്ഷ്യവും നൽകുന്നു. ഫിർദൌസിനോട് താൻ ചെയ്ത അനീതികളുടെ ഏറ്റുപറച്ചിലും സഭയെ ശാക്തീകരിക്കാനുള്ള അവന്റെ സങ്കല്പവും അവന്റെ വ്യക്തിത്വത്തിന്റെ ഔന്നത്യം വെളിപ്പെടുത്തുന്നു. ഈ എപ്പിസോഡ് നാസിറിന്റെ പുരോഗമന ചിന്തകളെ അവന്റെ രാഷ്ട്രീയ ലക്ഷ്യവുമായി ബന്ധിപ്പിക്കുന്നു.
1. പ്രായശ്ചിത്തവും ഫിർദൌസിനോടുള്ള ബഹുമാനവും. ഭൂതകാലത്തിലെ പിഴകളുടെ ഏറ്റുപറച്ചിൽ. ഫിർദൌസിനോട് താൻ ചെയ്ത അനീതികൾ നാസിർ ആദ്യമായി പൂർണ്ണമായ സത്യസന്ധയോടെ സമ്മതിക്കുന്നു. ആദ്യത്തെ പ്രതികാര ചിന്തയും ഗർഭസ്ഥ ശിശുവിനെ വധിക്കാനുള്ള ശ്രമവും വരെ. ഹരിശ്ചന്ദ്രയുടെ സ്വാധീനം. ജഡ്ജി ഹരിശ്ചന്ദ്ര നൽകിയ ചെറിയ ശിക്ഷയെ നാസിർ ശരിയായ നീതിയായി കാണുന്നു. ഹരിശ്ചന്ദ്രയിലെ സജ്ജനത്വം നാസിറിനെ എനിക്ക് അദ്ദേഹത്തെപ്പോലെ ഒരു സജ്ജനമാകാൻ കഴിയില്ലേ എന്ന് ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു. പ്രായശ്ചിത്തത്തിന്റെ വ്യാപ്തി. ഫിർദൌസിന് താൻ നൽകേണ്ടിയിരുന്ന ബഹുമാനവും പ്രോത്സാഹനവും ഇപ്പോൾ സഭയ്ക്ക് നൽകുമെന്ന് നാസിർ വ്യക്തമാക്കുന്നു. സഭയെ ആദരവോടെ കാണുമെന്ന സങ്കല്പം ഫിർദൌസിനോട് ചെയ്ത അനീതിക്കുള്ള നൈതികമായ പ്രായശ്ചിത്തമാണ്. 2. രാഷ്ട്രീയ കാഴ്ചപ്പാടും സാമൂഹിക പരിഷ്കരണവും. മതം മാറ്റ ചിന്ത ഉപേക്ഷിക്കൽ. തന്റെ അറിവും നേതൃത്വവും സ്വന്തം സമുദായത്തിന് ആവശ്യമാണെന്ന് കരുതി നാസിർ ആ തീരുമാനം മാറ്റുന്നു. രാഷ്ട്രീയ ലക്ഷ്യം. നാസിർ രാഷ്ട്രീയത്തിൽ വരുന്നതിന്റെ ഉദ്ദേശ്യം വ്യക്തമാണ്. തീവ്രവാദം കാരണം അവിശ്വാസം നേരിടുന്ന തന്റെ സമുദായത്തിലെ ദേശീയവാദികൾക്ക് വേണ്ടി സംസാരിക്കുക. സമുദായത്തെ 21-ാം നൂറ്റാണ്ടിലെ ചിന്തകളുമായി ചേർക്കുകയാണ് അവന്റെ ലക്ഷ്യം. തടസ്സമില്ലാത്ത കാഴ്ചപ്പാട്. മറ്റ് മതങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് പകരം തന്റെ സമുദായ പരിഷ്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഇത് അവന്റെ പ്രായോഗികമായ കാഴ്ചപ്പാടിനെ കാണിക്കുന്നു. 3. പുതിയ ജീവിതത്തിലേക്കുള്ള യാത്ര. പഴയ പ്രദേശത്തുകാരുടെ പശ്ചാത്താപം. നാസിർ കുടുംബം പുതിയ സൊസൈറ്റിയിലേക്ക് പോകാനുള്ള തീരുമാനം ശരിയായ സമയത്തെടുത്തതാണ്. അവർ പോകുമ്പോൾ അയൽക്കാർ പശ്ചാത്തപിക്കുന്നത് അവരുടെ ഇടുങ്ങിയ ചിന്താഗതിയുടെ പരാജയത്തെ സൂചിപ്പിക്കുന്നു. ക്ഷമാപണം. നാസിറും അയൽക്കാരും തമ്മിലുള്ള ക്ഷമാപണം ഈ അധ്യായത്തിന് ഒരു ശുഭകരമായ അന്ത്യം നൽകുന്നു. പ്രതികാരത്തിന് പകരം ക്ഷമിച്ച് മുന്നോട്ടു പോകുന്നത് അവന്റെ മാറിയ വ്യക്തിത്വത്തിന് തെളിവാണ്. ഈ എപ്പിസോഡ് നാസിറിന്റെ വ്യക്തിപരമായ പ്രായശ്ചിത്തത്തെ സഭയുടെ ശാക്തീകരണവുമായും സാമൂഹിക രാഷ്ട്രീയ പരിഷ്കരണവുമായും വിജയകരമായി ബന്ധിപ്പിക്കുന്നു. എപ്പിസോഡ് 19 സമാപ്തം.